ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മീനാക്ഷിയോട് വക്കീൽ ചോദിക്കുന്നുണ്ട്, അച്ഛനെതിരെ അമ്മ പോലീസ് കേസ് കൊടുത്തിട്ടില്ലേ എന്നൊക്കെ. മീനാക്ഷി അപ്പോൾ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം വക്കീലാണെങ്കിൽ അതിന്റെ FIR എന്ന് പറഞ്ഞിട്ട് ജഡ്ജിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, ഭർത്താവാണെങ്കിൽ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയാണെന്ന്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊരു കൊലപാതകമാണെന്നാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കരുതെന്നൊക്കെ പറയുന്നു. ജഡ്ജി ആണെങ്കിൽ വാദമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ജയറാം ആണെങ്കിൽ തെറ്റ് ചെയ്തതായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ടാണെങ്കിൽ ജാമ്യം അനുവദിക്കുന്നില്ല എന്ന് പറയുന്നു. ജയറാമിന് അത് കേൾക്കുമ്പോൾ ഷോക്കാകുന്നു. മീനാക്ഷിയും കരയാൻ തുടങ്ങുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയെ ജീവനെ പോലെയാണ് സ്നേഹിച്ചത്, ജീവനെ ആരെങ്കിലും വിട്ടുകളയുമോ എന്നൊക്കെ ചോദിക്കുന്നു. അതുമാത്രമല്ല, എനിക്ക് പ്രായപൂർത്തിയാകാത്ത ഒരു മകളാണുള്ളതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, മകളെ വേണമെങ്കിൽ ഗവൺമെന്റിന്റെ കസ്റ്റഡിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാമെന്നൊക്കെ പറയുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ മകളെ നന്ദിനി ദേവിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയെന്ന്. അവരാണെങ്കിൽ എൻ്റെ അടുത്ത ബന്ധുവാണെന്ന് പറയുന്നു. കോടതിയിലാണെങ്കിൽ നന്ദിനിയെ വിളിപ്പിക്കുന്നുണ്ട്. നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, ബന്ധുവാണോ എന്നൊക്കെ. നന്ദിനിയാണെങ്കിൽ ബന്ധുവാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ പറയുന്നുണ്ട്, കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്, അതിന് സൈൻ ഒക്കെ ഇട്ടിട്ട് കുട്ടിയെ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നു. നന്ദിനി ശരിയെന്ന് പറയുന്നു. അതിനുശേഷം കോടതി പിരിയുന്നു. ജയറാമിനെയും കൊണ്ട് പോലീസ് വെളിയിലേക്ക് വരുന്നു. ആ സമയത്ത് മീനാക്ഷി ആണെങ്കിൽ അച്ഛനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, എനിക്ക് ആ സ്ത്രീയുടെ കൂടെ പോകാൻ ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, മോൾ അച്ഛനെ വിഷമിപ്പിക്കല്, മോക്കാണെങ്കിൽ വേറെ ആരും ബന്ധുക്കളില്ല, അവര് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മോൾ ഉറപ്പായിട്ടും പോകണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ജയറാം ആണെങ്കിൽ പോലീസിനോട് അപേക്ഷിക്കുന്നുണ്ട്, എനിക്ക് നന്ദിനിയോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന്. പോലീസ് അനുവദിക്കുന്നു. അതിനുശേഷമാണെങ്കിൽ ജയറാം നന്ദിനിയോട് സംസാരിക്കുകയാണ്. ജയറാം നന്ദിനിയോട് പറയുന്നുണ്ട്, ഞാൻ നല്ലൊരു അച്ഛനുമല്ല, നല്ലൊരു ഭർത്താവുമല്ല, പക്ഷെ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഉപകാരങ്ങൾക്കൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് പോലീസുകാരാണെങ്കിൽ മതി സംസാരിച്ച്, സമയം കഴിഞ്ഞെന്ന് പറയുന്നു. അതിനുശേഷമാണെങ്കിൽ ജയറാമിനെയും കൂട്ടിയിട്ട് പോലീസുകാർ പോകുന്നു. മീനാക്ഷി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയും മാലതിയുമാണ്. രണ്ടുപേരും നന്ദിനിയെ കുറ്റം പറയുകയാണ്. നന്ദിനി പോയിട്ട് ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മാലതി അപ്പോൾ പറയുന്നുണ്ട്, അത് കൂട്ടുകാരിയുടെ മകളാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി വീട്ടിലേക്ക് വരുന്നു. നന്ദിനിയോടാണെങ്കിൽ സാവിത്രി ചോദിക്കുന്നുണ്ട്, എന്ത് ചടങ്ങായിരുന്നു ഇതുവരെ, എന്തെടുക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. നന്ദിനിയെ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി അമ്മയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. നീ കൂടുതൽ ചോദ്യം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സാവിത്രിയെ വഴക്ക് പറയുന്നു. ആ സമയം കൊണ്ട് മാലതി ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിന്നീട് രാജലക്ഷ്മി അമ്മ പൂജാമുറിയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ നന്ദിനി അവിടേക്ക് ചെല്ലുന്നു. നന്ദിനിയോടാണെങ്കിൽ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, നാളെ കുറെ പൂജയൊക്കെ ചെയ്യാൻ പോവുകയാണ്, ഈ വീട്ടിൽ പുതിയ അതിഥി വരാൻ പോവുകയല്ലേ, അതിനുവേണ്ടിയാണെന്നൊക്കെ പറയുന്നു. നന്ദിനി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, മാധുരിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞാലോ അമ്മയോടെന്ന്. അതിനുശേഷമാണെങ്കിൽ നന്ദിനി ആണെങ്കിൽ അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. നന്ദിനി മാധുരി എന്ന് പേര് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മ അപ്പോൾ ദേഷ്യപ്പെടുകയാണ്. ആ പേര് ഇവിടെ ഉച്ചരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ആ പേര് ഇവിടെ കേൾക്കുന്നത് ഇഷ്ടമല്ല, അവളെക്കുറിച്ച് ആരും ഇവിടെ സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്നു. അതിനുശേഷമാണെങ്കിൽ നന്ദിനി കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പോകുന്നു. പിന്നീട് മീനാക്ഷി ആണെങ്കിൽ മാധുരിയുടെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് കരയുകയാണ്. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എപ്പോഴും മാധുരി മാധുരി എന്നാണ് വിളിച്ചത്, അമ്മയെന്ന് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. അമ്മയുടെ മരണത്തിന് കാരണമായവരുടെ കൂടെ തന്നെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ ചതിച്ചു, അവരെയാണ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത് എന്നൊക്കെ പറയുന്നു. എൻ്റെ അമ്മ എനിക്കിപ്പോ കാണാൻ തോന്നുന്നുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കരയുന്നു. എന്തായാലും അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീയെ ഞാൻ വെറുതെ വിടില്ല, അവരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തുമെന്നൊക്കെ പറയുന്നു. പിന്നീട് നന്ദിനി ആണെങ്കിൽ അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കുന്നു. ആ സമയത്ത് രാജലക്ഷ്മി അമ്മ അവിടേക്ക് വരുന്നുണ്ട്. രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ പലഹാരം എന്നൊക്കെ. നന്ദിനി അപ്പോൾ പറയാണ്, നാളെയാണെങ്കിൽ പൂജയൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കുന്നതാണെന്ന്. അമ്മയപ്പോൾ പറയുന്നുണ്ട്, നിന്നെ സഹായിക്കാനാണെങ്കിൽ മാലതിയും സാവിത്രിയും കൂടെ വിളിക്കരുതായിരുന്നോ എന്നൊക്കെ. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, അവരെ വിളിച്ചോളാമെന്നൊക്കെ. രാജലക്ഷ്മി അമ്മയാണെങ്കിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്, മീനാക്ഷിയെ നാളെ പൂജയിലൊന്നും പങ്കെടുപ്പിക്കാൻ അനുവദിക്കരുത്, അവളാണെങ്കിൽ ആ സമയത്ത് വീട്ടിലേക്ക് വരാൻ പാടില്ല, അവളുടെ അമ്മ മരിച്ചതല്ലേ, അതിന്റെ പുലയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിച്ചോണമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയുടെ റൂമിലേക്കാണെങ്കിൽ വൈശാഖ് ചെല്ലുന്നു. അതിനുശേഷം ഡോർ അടയ്ക്കുന്നു. മൈഥിലി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തിനാണ് വന്നതെന്ന്. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു.
മൈഥിലി അപ്പോൾ പറയുന്നുണ്ട് ഈ അവസ്ഥയ്ക്കൊക്കെ നമ്മൾ രണ്ടുപേരും ഉത്തരവാദികളാണെന്നൊക്കെ. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട് നീ പ്രഗ്നന്റ് ആയെന്ന് കരുതി എനിക്ക് നിന്നോട് ഒരു സ്നേഹക്കുറവുമില്ല. പക്ഷെ നിന്റെ വയറ്റിൽ എന്റെ കുഞ്ഞാണ് ഉണ്ടാകേണ്ടത്, അല്ലാതെ കാർത്തികിന്റെ കുഞ്ഞല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുഞ്ഞിനെ നശിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് നാട് വിടണം. നമുക്ക് ബോംബെയിലേക്കൊക്കെ പോകാം, അവിടെ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ പറയുന്നു. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡോറ് തട്ടുന്നു. കാർത്തിക് ആണ് ഡോറ് തട്ടുന്നത്. ഉടനെ തന്നെ മൈഥിലിക്ക് ടെൻഷൻ ആകുന്നു. മൈഥിലി ആണെങ്കിൽ കട്ടിന്റെ കീഴിൽ ഇരിക്കാൻ പറയുന്നു. വൈശാഖ് ആണെങ്കിൽ കട്ടിന്റെ കീഴിലേക്ക് കയറിയിരിക്കുന്നു. അതിനുശേഷം മൈഥിലി ഡോറ് തുറക്കുന്നു. കാർത്തിക് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തു പറ്റി, വോമിറ്റിംഗ് ആയിരുന്നോ, ക്ഷീണമുണ്ടോ, ട്രിപ്പ് വല്ല വിടാൻ ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം കാർത്തിക് മൈഥിലിയും കൂട്ടിയിട്ട് കട്ടിലിൽ പോയിരിക്കുന്നു. അതിനുശേഷം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് കുട്ടിയാണ് വേണ്ടതെന്നൊക്കെ. ആ സമയത്ത് മൈഥിലി പറയുന്നുണ്ട് എന്ത് കുട്ടിയായാലും പ്രശ്നമില്ല എന്നൊക്കെ. കാർത്തിക് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വൈശാഖിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നു. മൈഥിലിക്ക് ഒരു സന്തോഷവും കാണാത്തത് കൊണ്ട് കാർത്തിക് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഒരു മൂഡ് ഓഫ് എന്ന്. ആ സമയത്ത് മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കട്ടിന്റെ ഇടയിൽ വൈശാഖ് ഉള്ളതാണ് എന്റെ ടെൻഷൻ എന്നൊക്കെ. കാർത്തിക് ആണെങ്കിൽ ഉടനെ തന്നെ മൈഥിലിയോട് പറയുന്നുണ്ട് ഐ ലവ് യു എന്ന്. അതിനുശേഷമാണെങ്കിൽ ഉമ്മ വെക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുന്നു. കാർത്തികിന്റെ പെരുമാറ്റം കണ്ടിട്ട് വൈശാഖിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്